നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. കർത്താവ് ഒരുക്കിയ ഗലീലക്കടപ്പുറത്തെ ആ അഗ്നികുണ്ഡത്തിനടുക്കൽ ശിഷ്യന്മാർ 7 പേർ ഇങ്ങനെ തണുപ്പ് മാറാൻ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒപ്പം ഒരു യേശു നൽകിയ അപ്പവും മീനുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസിനോടായിട്ട് ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? അതിൻ്റെ കാരണം പത്രോസാണ് ഇവരെ കൂടെ യെരുശലേമിൽ നിന്ന് മൈലുകൾ താണ്ടി ഗലീലക്കടൽപ്പുറത്ത് വരുത്തി മീൻ പിടിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ആണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറയുകയും ചെയ്തു, ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. എന്നാൽ പത്രോസ് തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉപജീവനത്തിനായിട്ട് ഗലീലക്കടപ്പുറത്ത് 3.5 വർഷം മുമ്പ് ഉപേക്ഷിച്ച പടകും വലയും ഒക്കെ എടുത്ത് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ യേശു 153 വലിയ മീൻ നിറഞ്ഞ ആ വല അവർക്ക് നൽകി. വലയിൽ 153 വലിയ മീൻ ഉൾപ്പെടുവാൻ അവരിടയാക്കി. അപ്പോഴാണ് അവർക്ക് യേശു എന്ന് മനസ്സിലായത്. അവർ ആ കടൽപ്പുറത്ത് വന്നപ്പോൾ യേശു അവർക്കായി പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ട് അത് കഴിക്കുന്ന നേരത്ത് അവരോട് ചോദിക്കുകയാണ്, പത്രോസിനോട്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം യേശു ചോദിച്ചു. 3 പ്രാവശ്യവും പത്രോസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് പത്രോസിനൊരു പുതിയ അധികാരം നൽകുന്ന കാര്യമല്ല. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ ലോക ക്രൈസ്തവരുടെ നേതാവായിട്ട് പത്രോസിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞതും കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞതും രണ്ടും സുവിശേഷ വേലയുടെ കാര്യമാണ്. അതായത് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് പോലെ ചൂണ്ടയിട്ടോ അല്ലെങ്കിൽ വല കൊണ്ടോ അല്ലെങ്കിൽ കോരിയെടുത്തോ ഒക്കെ മീനെ പിടിക്കുന്നത് പോലെ മനുഷ്യരെ ആ പാപമാകുന്ന കടലിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക, കർത്താവിലേക്ക് അവരെ രക്ഷിക്കുക, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞ് അവർക്ക് രക്ഷയുടെ പരിജ്ഞാനം നൽകുക, അവർ ദൈവമക്കളാകാൻ ഇടയാക്കി തീർക്കുക. അതാണ് കർത്താവിനായിട്ട് മനുഷ്യരെ പിടിക്കുക, മത്സ്യം പിടിക്കുന്നത് പോലെ മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്നത് സുവിശേഷ വേലയുടെ പ്രാരംഭമായ ഘട്ടമാണ്. അതിൻ്റെ 2-ാം ഘട്ടമാണ് കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളത്. ഇങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. കാരണം യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട സകലരോടും പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചവരെ ശിഷ്യരാക്കുക എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അജപാലനം, യേശുവിനാൽ രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ദൈവവചനം നൽകി, സ്നേഹം നൽകി, അവരെ പരിപാലിച്ച് അവരെ യേശുവിൻ്റെ ശിഷ്യരാക്കി മാറ്റാനായിട്ട് സാധിക്കണം. അപ്പോൾ യേശു മുൻപ് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, അല്ലെങ്കിൽ നീ മനുഷ്യനെ പിടിക്കുന്നവരാകണം എന്ന് പറഞ്ഞ അതേ കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ട് ആണ് ഉപജീവനത്തിൻ്റെ പുറകെ പത്രോസ് പോയത്. യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. പത്രോസിനെ മുൻപ് ഫലമേൽപ്പിച്ച സുവിശേഷ ദൗത്യത്തിലേക്ക് മടക്കി വരുത്തുകയാണ്. അല്ലാതെ പത്രോസിനെ ഒരു ആഗോള നേതാവായിട്ട് ഉയർത്തുകയല്ല. ഇവിടെ പത്രോസിനോട്
ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പത്രോസിനോട് മാത്രമാണ് പറഞ്ഞതെങ്കിൽ അതെല്ലാ ശിഷ്യന്മാരോടുമുള്ളതാണ്. അതുപോലെ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു മോചിക്കപ്പെട്ടിരിക്കും എന്ന് സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാ ശിഷ്യന്മാരുടെയും കാര്യമാണ്. എല്ലാ അപ്പോസ്തലന്മാരും എല്ലാ ശിഷ്യന്മാരും. നമുക്കറിയാം, ആദിമസഭയിൽ 11 അപ്പോസ്തലന്മാർ വേറെ ഭാഷയിൽ ഭാഷാപരത്തോടുകൂടെ സുവിശേഷം പറഞ്ഞു. മാതൃഭാഷയിൽ പത്രോസ് പ്രസംഗിച്ചു. അതിനുശേഷം ഫിലിപ്പോസ് എന്ന സുവിശേഷകനാണ്, ശുശ്രൂഷകനാണ് ശമരിയിൽ പ്രസംഗിക്കുന്നത്. പിന്നീട് അതായത് ബർന്നബാസ് എന്ന സാധാരണ വിശ്വാസിയാണ് അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വേദോസം പരിശോധിച്ചാൽ അപ്പോസ്തലന്മാർ മാത്രമല്ല, ബർന്നബാസിനെയും ഫിലിപ്പോസിനെയും പോലെയുള്ള സാധാരണ വിശ്വാസികളും അക്വിലാവിനെ പോലെയുള്ള അല്ലെങ്കിൽ ശീലാസിനെ പോലെയുള്ള ലൂക്കോസിനെ പോലെയുള്ള തിമോത്തിയോസിനെ പോലെയുള്ള അല്ലാത്ത സാധാരണ വിശ്വാസികളും സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, ആത്മാക്കളെ നേടിയിട്ടുണ്ട്. അവർ എന്തു ചെയ്യണം? ദൈവവചനം അവർ ആളുകളെ പഠിപ്പിച്ച് യേശുവിന് ശിഷ്യരാക്കണം. അപ്പോൾ മീൻ പിടിച്ചാൽ മാത്രം പോരാ, ആളുകളെ പരിപാലിക്കുകയും ചെയ്യണം. അതാണ് സുവിശേഷ വേല. പത്രോസ് അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം എന്ന് പറയുന്നത്. അല്ലാതെ പത്രോസിന് മാത്രമായിട്ട് ഒരു ഏകാധിപത്യമോ അല്ലെങ്കിൽ ഒരു സിംഹാസനമോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണമോ വേദപുസ്തകത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. വേദപുസ്തകത്തിലെ സഭകളൊക്കെ ഓരോ സഭയും സ്വതന്ത്ര സഭയാണ്. എല്ലാ സഭയുടെയും തല ക്രിസ്തുവാണ്. നിങ്ങൾ ആരും നായകന്മാരെന്ന് പേരെടുക്കരുത് എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ ആരും പിതാവെന്ന് പേരെടുക്കരുത് എന്നാണ് യേശു പറഞ്ഞത്. സഭാഭരണം ഓരോ പ്രാദേശിക ഇടവകയുടെയും ഭരണം നടക്കുന്ന അവിടെ കൃപാവരമുള്ള ആളുകളാലാണ്. ഇടയൻ്റെ കൃപാവരം, സുവിശേഷകന്റെ കൃപാവരം, ഉപദേഷ്ടാവിൻ്റെ കൃപാവരം ഒക്കെയുള്ള ആളുകളാണ് സഭാ പരിപാലനം നടത്തേണ്ടത്. അതാണ് വേദപുസ്തകത്തിലെ ഉപദേശം. അല്ലാതെ സഭയ്ക്കൊരു കേന്ദ്രവും അതിന് ഒരു ലീഡറും അങ്ങനെയില്ല. തെറ്റിപ്പോയ പത്രോസിനെ മടക്കി വരുത്തിക്കൊണ്ട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കായെന്ന് പറയുമ്പോൾ നിന്നെ ഏൽപ്പിച്ചിരുന്ന അതേ കാര്യം നീ വിട്ടുപോയി, നീ അതിലേക്ക് മടങ്ങി വരിക എന്ന് മാത്രമാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. നാം കടക്കാരാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ജ്ഞാനികൾക്കും ബർബരന്മാർക്കും യവനന്മാർക്കും യഹൂദന്മാർക്കും കടക്കാരനാണ്. നമുക്ക് ലഭിച്ച ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ നാം വിശ്വസ്തരായിരിക്കണം. നമുക്കതിന് കടപ്പാടുണ്ട്. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.